പിസ്സ ഡോയിനായിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കണ്ട. അപ്പം അതിനായിട്ട് ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിട്ട് കൂടെ ഡ്രൈ ഈസ്റ്റ് 1 ടീസ്പൂണും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്കും ഈസ്റ്റൊക്കെ നല്ലോണം പൊങ്ങി നല്ല പതഞ്ഞ് വരും. ഡോ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കണം. ഞാൻ ഒരു പിസ്സ ഉണ്ടാക്കണുള്ളൂ. അപ്പം അതിനായിട്ട് 1/2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് രണ്ടാമതായിട്ട് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് അത് കുഴച്ചെടുക്കാം. ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, ഇപ്പം തന്നെ നല്ല സോഫ്റ്റായി. ഇനി അതൊരു 10 മിനിറ്റ് നേരം നല്ലോണം കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ തന്നെ ആ പാകത്തിനുള്ള വെള്ളം അതിലുണ്ടാവും. അവസാനമായിട്ട് കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് അടച്ച് ഒരു 2 മണിക്കൂർ നേരം ഞാൻ വയ്ക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ടാണ് ഞാൻ 2 മണിക്കൂർ നേരം വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂറിൽ തന്നെ നന്നായിട്ട് നമ്മുടെ മാവ് പൊങ്ങി അതിൻ്റെ ഡബിൾ സൈസായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് പിസ്സയിൽ പനീർ ചേർക്കണ്ട. അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മാരിനേഷനായിട്ട് 1/4 കപ്പ് തൈരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഐറ്റംസ് നന്നായിട്ട് ഈ തൈരിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പനീർ പീസുകളും കൂടി ഇട്ട് കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. 15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ പനീർ ക്യൂബ്സ് ആക്കുമ്പോൾ വളരെ ചെറിയ പീസുകളാക്കാനായിട്ട് നോക്കുകയായിരിക്കും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പനീർ ചേർക്കുകയാണെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് വെജിറ്റബിൾസ് മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനൊരു തവയിൽ വെച്ചിട്ട് എല്ലാ സൈഡും നല്ലോണം തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയ ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ പയ്യെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണ ഭാഗത്തിന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാ പീസുകളും ഇങ്ങനെ തിരിച്ചിട്ട് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചാൽ മതിയാവും. കണ്ടല്ലോ, ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബേസ് റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കടായി പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ചൂടാവണ സമയം കൊണ്ട് നമുക്ക് ബേസ് റെഡിയാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ കടായി പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഉള്ളിൽ പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ നമ്മൾ ബേസ് റെഡിയാക്കാനുള്ള ആ പാത്രം ഉണ്ടല്ലോ, ഞാനൊരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഇവിടെ എടുത്തേക്കണേ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒലീവ് ഓയിലോ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഡോ നോക്കുമ്പോൾ അത് ഡബിൾ സൈസ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ പരത്താൻ ഉദ്ദേശിക്കുന്ന എന്തിൻ്റെ മുകളിലാണ്, ഞാനൊരു കട്ടിംഗ് ബോർഡിന്റെ മുകളിലാണ് പരത്തുന്നത്. അതിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ വട്ടത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ബട്ടർ ബ്രഷ് ചെയ്ത് വെച്ച ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇത് എടുത്തു വെക്കാം. അതിനുശേഷം സൈഡ് ഒന്ന് പയ്യെ ഇങ്ങനെ തിക്നെസ് കൂട്ടി കൊടുക്കാം, നമ്മൾ സാധാരണ പിസ്സയുടെ ഷേപ്പിലേക്ക് ഇതിനെ ആക്കാനായിട്ട്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ നമുക്കൊന്ന് പയ്യെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിസ്സ വല്ലാണ്ട് ഇങ്ങനെ പൊങ്ങിപ്പോവും ഈസ്റ്റ് ചേർത്തേക്കണോണ്ട്. അപ്പം അങ്ങനെ പൊങ്ങാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ, എത്രയാണോ നമ്മുടെ പിസ്സ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് എത്ര വേണോ അത്രയും സോസ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിനി മോസറല്ല ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ പീസുകൾ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്.
അതിനുശേഷം ക്യാപ്സിക്കം തന്നെ 2 കളർ വെച്ച് കൊടുക്കുന്നുണ്ട്, റെഡും അതുപോലെ ഗ്രീനും വെക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ സവാള, തക്കാളി രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാം, നല്ല കളർഫുൾ ആയിരിക്കും നമ്മുടെ പിസ്സ. എല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെക്കാം നമുക്ക്. അടുത്തത് കട്ട് ചെയ്തിട്ടുള്ള ഒലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോം മുകളിലൊന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കടായിയുടെ ഉള്ളിലേക്ക്, സ്റ്റാൻഡിന്റെ മുകളിലേക്ക് ഈ പാത്രം നമുക്ക് ഇറക്കി വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ പിസ്സ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിൽ നമ്മുടെ പിസ്സ റെഡിയായി. ഇനി നമുക്കത് പാത്രം ഉള്ളിൽ നിന്ന് എടുക്കാം. അപ്പൊ ഇനി ഷോപ്പിലൊന്നും പോകണ്ട, നമുക്ക് പിസ്സ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്യാനായിട്ട് ഓവനും ആവശ്യമില്ല. നമുക്ക് കടായിയുടെ ഉള്ളിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് തന്നെ ഇത്ര മനോഹരമായിട്ടൊരു പിസ്സ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങൾ പനീർ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമ്മൾ ഡോ റെഡിയാക്കുന്നത് എങ്ങനെയാന്ന്, ബേസ് റെഡിയാക്കുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതിന് മാരിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ആ സ്റ്റെപ്പൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടോ, അതുപോലെ വെറുതെ നമുക്ക് വെജിറ്റബിൾസ് ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പനീറില്ലാതെ സെയിം മെത്തേഡിൽ ഞാൻ ഉണ്ടാക്കിയ പിസ്സയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.